വിഷമങ്ങൾ എത്രയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ചത്. കഅബാലയത്തിന്റെ മുമ്പിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ വന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിലുള്ള ഷാളങ്ങ് പിടിച്ചു മുറുക്കിയിട്ട് കൊന്നുകളയാൻ ശ്രമിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്വാസം കിട്ടാതെ ഒന്ന് പിടച്ചുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ പിടിച്ചങ്ങ് മാറ്റിയിട്ടൊരു ചോദ്യം, അത്തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞതിന് നിങ്ങളൊരാളെ കൊല്ലുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ച ത്യാഗം എത്രയാണ് സഹോദരങ്ങളെ. ശരീരത്തിന്റെ പരിശുദ്ധമായ ഏറ്റവും പ്രമുഖമായ ഏറ്റവും അഷ്റഫായ അവയവമാണ് വജ്ഹ്. ആ പരിശുദ്ധമായ വജ്ഹിലേക്ക് കല്ലേറുകൊണ്ട് വന്നിട്ട് ആ പരിശുദ്ധമായ ചുണ്ടിൽ നിന്നും പല്ലിന്റെ ഭാഗങ്ങളിൽ നിന്നും രക്തം പൊടിഞ്ഞിട്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം വീണു. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ച ത്യാഗത്തിന് കണക്കില്ല. എത്രയാണ് പ്രയാസം സഹിച്ചത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകരമൊന്നും ചോദിക്കുന്നില്ല ഈ ഉമ്മത്തിനോട്, ചോദിക്കാൻ ആവശ്യപ്പെടുന്നുമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ചോദ്യം അത് തിരിച്ചു കൊടുക്കണ്ടേ നമുക്ക്. ലാ അസ്അലുക്കും അലൈഹി അജ്റാ, കൂലിയൊന്നും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, എന്റെ കുടുംബത്തോടുള്ള സ്നേഹമല്ലാതെ. എന്തേ ആ കുടുംബത്തിന്റെ പ്രത്യേകത? ആ കുടുംബം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുസ് ആണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തമോടുന്ന ശരീരങ്ങളാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചെറിയ ജുസ്, ഒരു ഷഅർ മുബാറക്ക് അതൊരു സ്ഥലത്തുണ്ടെന്നറിഞ്ഞാൽ നമ്മുടെ ആവേശം എന്താണ്? മർക്കത്തു സഖാഫത്തി സുന്നിയ സുൽത്താനുൽ ഉലമക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവിടത്തെ കരങ്ങളിലേക്ക് അതെത്തിയപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബ് കൊണ്ട് സ്നേഹിക്കുന്നവരുടെ സന്തോഷം എത്രയാണ്. പരിശുദ്ധമായ ആ തബറുക ബറക്കത്തുള്ള വെള്ളം വിതരണം ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള തിരക്കെത്രയാണ്. അതാ പരിശുദ്ധമായ ഷഅർ മുബാറക് ഒന്ന് കാണാനാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. എന്നാൽ സാദാത്യങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുസ് ആണ്. ഇന്നമാ യുതഹിറുക്കും ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും അദ്ജിസ അഹ്ലൽ ബൈത്തി വയുതഹിറുക്കും തത്ഹീറാ. പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയാണ്. അഹ്ലുബൈത്തിനെ തന്നെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഹ്ലുബൈത്തെ നിങ്ങളിൽ നിന്ന് മോശമായത് മുഴുവനും നീക്കം ചെയ്യാനും നിങ്ങളെ ശുദ്ധിയാക്കാനും അല്ലാഹു തആല അല്ലാഹുവിന്റെ തീരുമാനമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ വിളിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ വിളിച്ചു. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ വിളിച്ചു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. മക്കളെയൊക്കെ വിളിച്ചു. ഒരു പുതപ്പ് കൊണ്ട് മൂടിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഹഉലായി അഹ്ലു ബൈത്തി, ഇവരെന്റെ അഹ്ലു ബൈത്താണല്ലാഹ്. ഫാദ്ഹിബു അൻഹും അദ്ജിസ, ഇവരെ തൊട്ട് മോശമായത് മുഴുവനും നീ നീക്കണം അല്ലാഹ്. വതഹിറുഹും തത്ഹീറാ, ഇവരെ നീ ശുദ്ധിയാക്കണം അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ശുദ്ധിയാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ മുൻകടന്ന ഒരു സമൂഹം, ഒരു കുടുംബം, അവര് പിഴക്കാൻ സാധ്യതയില്ല. അവരില്ലതാ സഹോദരങ്ങൾ രജിസ് വരാൻ സാധ്യതയില്ല. അവർ ശുദ്ധിയുടെ അഹ്ലുകാരാണ്. അതുകൊണ്ട് തന്നെ ആ മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ ആ പരിപാടിയിൽ ഉപ്പാപ്പയുടെ സാന്നിധ്യമുണ്ടാകും. ദിവന്യരായ പുറത്തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാൻ സാധുവായി ഞാൻ വെള്ളൂർ ദർശനം നടത്തുന്ന സമയത്ത് പയ്യന്നൂരിന്റെ അപ്പുറം കണ്ണൂർ ജില്ലയിൽ അവിടെ അന്ന് പുറാത്തങ്ങൾ താമസിക്കും. അവിടെ മഹാനവർഗയുടെ വീട്. അന്ന് ഇടക്കിടക്കിടക്ക്
ആ വീട്ടിലേക്കും ആ നാട്ടിലേക്കും കടന്നു വരുന്നൊരു മഹാനുണ്ടായിരുന്നു, താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. തങ്ങൾക്ക് ക്ഷീണമുള്ള സമയത്തും തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്തൊക്കെയും മകൻ അവിടെ ഉണ്ട് എന്ന ഒറ്റ കാരണത്താൽ നല്ല തിരക്കുള്ള താജുൽ ഉലമ ആ വീട്ടിലേക്ക് വണ്ടിക്ക് പോകാൻ വഴി സൗകര്യമില്ലാത്തതിനാലാണ് കുറത്ത് തങ്ങൾ അവിടെ നിന്ന് വിട്ട് എട്ടിക്കോളത്തേക്ക് തന്നെ വീട് മാറിയത്. ഞാനന്ന് അവിടെ ചെറിയ ഖിദ്മത്ത് ചെയ്യുന്ന ഒരാളാണ്. അവിടെ ഒരു വീട്ടിന്റെ മുമ്പിൽ വണ്ടി വെച്ചിട്ട് വേണം പുറത്ത് തങ്ങളെ വീട്ടിലേക്ക് വരാൻ. പക്ഷെ എന്നാലും താജുൽ ഉലമ ആ വീട്ടിന്റെ മുമ്പിൽ വണ്ടി വെച്ചിട്ട് എത്രയോ മീറ്ററുകൾ നടന്നിട്ട് മകന്റെ വീട്ടിൽ പോയി താമസിക്കുന്നു, കുടുംബത്തെ സന്ദർശിക്കുന്നു, മക്കളെയും പേരമക്കളെയൊക്കെ കാണുന്നു. പലപ്പോഴും അവിടെ പോകുമ്പോ തങ്ങളുപ്പാപ്പ താജുൽ ഉലമ അവിടെ ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞത് വലിയ തിരക്കും വലിയ പാണ്ഡിത്യവും വലിയ ആരിഫുമായിരുന്ന മഹാനായ താജുൽ ഉലമ മക്കളെയും മക്കളെയും കാണാൻ വേണ്ടി ക്ഷീണം വകവെക്കാതെ വണ്ടി സൗകര്യമില്ലാത്ത സ്ഥലത്തേക്ക് മകന്റെ വീട്ടിലേക്ക് പോകുന്നത് നമുക്കതൊരു പാഠമാണ്. കുടുംബ ബന്ധം നിലനിർത്താനുള്ള പ്രചോദനമാണ്. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് മഹാന്മാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, മഹാന്മാരായ സാദാത്തീങ്ങൾ അവരുടെ കുടുംബത്തിലൊരു പരിപാടി നടന്നാൽ, അവരുടെ അഹ്ലിലൊരു പരിപാടി നടന്നാൽ അവരെ പങ്കെടുക്കാതിരിക്കൂല. കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുടെ മക്കൾ ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ, നമ്മുടെ എളാപ്പ മുത്താപ്പമാരൊരു പരിപാടി സംഘടിപ്പിച്ചിട്ട് നമുക്കതിലേക്ക് ക്ഷണം കിട്ടിയാൽ എന്ത് തിരക്കുണ്ടായാലും ഒന്നും മുഖം കാണിച്ച് പോകാതിരിക്കൂല. സഹോദരങ്ങളെ, ഇവിടെ എത്തിയ ആളുകൾക്കൊരു തുമഅ്നീനത്തിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഈ മഹത്തായ സ്വലാത്തിന്റെ മഹത്വം, ഈ മഹത്തായ മജ്ലിസ് കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടം, അത്ഭുതകരമായി രോഗങ്ങൾ മാറിപ്പോകുന്നതിന്റെ ഒരു കാരണം അഭിവന്യരായ സയ്യിദുനാ ബായാർ തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വലാത്തിന് ധാരാളം സാദാത്യങ്ങൾ കടന്നു വരുമ്പോ, ബഹുമാനപ്പെട്ട അൻവർ സാദാത്ത് തങ്ങൾ മലപ്പുറത്തുനിന്ന് വന്നതാണ്. എനിക്ക് പരിചയമുള്ള ആളുകളെ പേര്, മഹാന്മാരുടെ പേര് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ധാരാളം ആളുകൾ, എനിക്ക് പേരറിയാത്ത ഒരുപാട് മഹാന്മാർ ഇവിടെയുണ്ട്. ധാരാളം ആളുകൾ ഈ മഹത്തായ മജ്ലിസിലേക്ക് വരുന്നത് ആ മഹാന്മാരായ സാദാത്യങ്ങളുടെ സാന്നിധ്യം ഈ മജ്ലിസിൽ ഉണ്ടാകുമ്പോ, സഹോദരങ്ങളെ, അവരുടെ ഉപ്പാപ്പമാരിവിടെ വരാതിരിക്കൂല. ആ മഹാന്മാരുടെ ഉമ്മാമ്മമാരുടെ അർവാഹുകൾ, അവരുടെ എളാപ്പമാരുടെ അർവാഹുകൾ, ആ മഹാന്മാരായ സാദാത്യങ്ങൾ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സാദാത്യങ്ങളുടെ അർവാഹുകൾ ഈ മഹത്തായ മജ്ലിസിൽ വരാതിരിക്കൂല. കാരണം ഇത് വിമർശനത്തിന്റെ മജ്ലിസല്ല, ആക്ഷേപിക്കുന്ന മജ്ലിസല്ല. അഭിവന്യരായ തങ്ങളുടെ സ്വലാത്തിന്റെ ഒരു പ്രത്യേകത ഒന്നുകൂടി പറഞ്ഞാൽ, എല്ലാ സമയത്തും ഞാൻ പറയാറുണ്ട്, ബായാറ് സ്വലാത്തിലും മറ്റൊക്കെ തങ്ങൾ പറയുന്നൊരു വാക്ക്, ഇതൊരിക്കലും എന്റെ പവറല്ല, മറിച്ച് ഇത് തങ്ങളുടെ താഴ്മ കൊണ്ട് പറയുന്നതാണെങ്കിലും ഇതൊരിക്കലും എന്റെ മാത്രം പ്രത്യേകതയല്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളും സ്ഥാപനങ്ങളും നടത്തുന്ന, സാദാത്യങ്ങളും നടത്തുന്ന സകല സ്വലാത്തിന്റെ ഹൽക്കയിലും ഈ മഹത്വമുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഈ ബഹുമാനമുണ്ട്. അതുകൊണ്ട് എല്ലാ സ്വലാത്തിലും പങ്കെടുക്കണമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ മഹാന്മാരായ സാദാത്യങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും, ആ മഹാന്മാരുടെ ഹുളൂർ ഇവിടെ ഉണ്ടാകും. അഭിവന്യരായ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഓർമ്മ പുതുക്കുന്ന മാസമാണ്. അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ഓർമ്മയുടെ മാസം കടന്നു വരികയാണ്. ആകയാൽ ഈ പരിശുദ്ധമായ മാസം നൂറുൽ ഉലമയുടെ, താജുൽ ഉലമയുടെ, നെല്ലിക്കുത്ത് ഉസ്താദിന്റെ, റഈസുൽ ഉലമയുടെ, ശംസുൽ ഉലമയുടെ അടക്കമുള്ള ധാരാളം മഹാന്മാര് വിട പറഞ്ഞു പോയ വല്ലാത്ത സുന്നത്തു ജമാഅത്തിന്റെ ആലിമീങ്ങളിൽ ഏറെ പേരും, ഒരല്പം നമുക്ക് പരിചയമുള്ള ആലിമീങ്ങളിൽ അധിക പേരും വിട പറഞ്ഞു പോയൊരു മാസം കൂടിയാകയാൽ ആ മഹാന്മാരുടെ ഒക്കെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വീകാര്യത നൽകട്ടെ. ഇവിടെ വന്നു ചേർന്ന ആളുകൾക്ക് മുഴുവനും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ധാരാളം ആളുകളുണ്ട്, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. തങ്ങളുപ്പാപ്പയുടെ വളരെ വലിയ സ്നേഹിയും, തങ്ങളുപ്പാപ്പയുടെ പരിപാടികളൊക്കെയും ഇവിടെ തന്നെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. മാനുപ്പ ഹാജി, അല്ലാഹു തആല അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു അദ്ദേഹത്തിന് ബറക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ഒരു സഹോദരി 52 വയസ്സിൽ ലിവറിന് ട്യൂമർ പിടിപെട്ടിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സുബൈദ, അല്ലാഹു തആല മഹദിക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ.
അവരുടെ രോഗങ്ങൾ നീ തങ്ങളുപ്പാപ്പയിടും അവിടുത്തെ ഉപ്പാപ്പമാരും മാമമാരുടെ ബറക്കത്തിനാൽ നീ ശിഫയാക്കി കൊടുക്കണം റഹ്മാനെ. നീ സലാമത്ത് നൽകണം റഹ്മാനെ. എല്ലാ സന്തോഷങ്ങളും നൽകണം റഹ്മാനെ. സഹോദരങ്ങളെ, നമുക്ക് ഈ മഹത്തായ മജ്ലിസിലൂടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്താൻ കഴിയണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടം നമ്മുടെ കൽബിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ സ്വലാത്തിന്റെ ഹൽക്ക കൊണ്ട് കഴിയണം. രോഗങ്ങൾ മാറുന്നതും കടങ്ങൾ വീടിക്കിട്ടുന്നതും വിസകൾ ശരിയാകുന്നതും അതൊക്കെയും ഈ സ്വലാത്ത് കൊണ്ടൊരു നിമിത്തമാണ്. എന്റെ കൂടെ തന്നെ മഹാനായ തങ്ങളുപ്പാപ്പയുടെ മലപ്പുറത്തുള്ള ജാറത്തിങ്കൽ സ്വലാത്ത്, കടമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്തിന്റെ ഹൽക്കയില് മഹാനായ തങ്ങളുപ്പാപ്പയെ ക്ഷണിച്ചിട്ട് സാധുവായി ഞാൻ അവിടെ ഖുദുമത്തിന് വാദിന് പോയ സമയത്ത് എന്റെ കൂടെ ഒരാൾ വന്നിരുന്നു. ഞാൻ ദർശനം നടത്തുന്ന സ്ഥലത്ത് അബ്ദുൽ നാസർ, അദ്ദേഹം ഇന്ന് ഇവിടെ വന്നിട്ടില്ല, കാരണം അയാൾ സൗദിയിലേക്ക് എത്തി. അയാൾ അവിടെ കച്ചവടക്കാരനാണ്. വിസക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അങ്ങനെ വിസ ക്യാൻസലാക്കി അയാൾ നാട്ടിലേക്ക് എത്തിയതാണ്. തിരിച്ചു പോകാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ട് നടക്കുന്നില്ല. എന്നോട് പറഞ്ഞു തങ്ങളുപ്പാപ്പ ഒന്ന് കാണണം. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഏതായാലും പോകുന്നുണ്ട്, നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞു. അവിടെ വന്ന് അവിടെ ഭക്ഷണം കഴിക്കുന്ന നേരത്തെ അവിടെ തങ്ങളെ നോക്കണ മദ്രസയിൽ ഒന്ന് കാണുകയും വെള്ളമൊക്കെ മന്ത്രിച്ചു കൊടുക്കുകയും യാസീൻ ഓതാൻ വേണ്ടി പറയുകയും ചെയ്തു. ഒരാഴ്ചക്കുള്ളിൽ അദ്ദേഹത്തിന്റെ വിസ ശരിയാവുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ സൗദിയിലേക്ക് യാത്ര പോവുകയും ചെയ്തു. ആ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിച്ചതാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഈ സദസ്സിലുണ്ട്. ചെറിയൊരു പ്രശ്നമുണ്ട്. അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ. എല്ലാ സന്തോഷങ്ങളും അള്ളാഹു നൽകട്ടെ. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ധാരാളം അനുഭവങ്ങളും സംഭവങ്ങളും പറയാനുണ്ട്. എന്നാൽ അതിനും അപ്പുറത്ത് കൽബ് നന്നാകാനാണ് പരിശ്രമിക്കേണ്ടത്. മനസ്സ് നന്നാകാനാണ് പരിശ്രമിക്കേണ്ടത്. ധാരാളം ചെറുപ്പക്കാർ, നിസ്കാരം ഒഴിവാക്കി ജീവിച്ച ചെറുപ്പക്കാർ, മദ്യപാനികളായ ചെറുപ്പക്കാർ, അബദ്ധസഞ്ചാരികളായ ചെറുപ്പക്കാർ, അഭിവന്യരായ തങ്ങളുമായി ബന്ധപ്പെട്ടതിന് ശേഷം, ഈ ബായാർ സലാത്തുമായി ബന്ധപ്പെട്ടതിന് ശേഷം തൗബയിലേക്ക് മടങ്ങിയ നന്നായ എത്രയോ അനുഭവങ്ങളുണ്ട്. ആ ചെറുപ്പക്കാരുടെ പേര് പറഞ്ഞാൽ സഹോദരങ്ങളെ അതവരുടെ ജീവിതത്തെ ബാധിക്കുന്നതിനാൽ അത് പരാമർശിക്കുന്നില്ല. എത്രയോ നൂറുകണക്കായ ചെറുപ്പക്കാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നിലനിർത്തി കൊടുക്കട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ ആളുകൾ വരെ അഭിവന്യരായ ബായാർ തങ്ങളുപ്പാപ്പയെ പലപ്പോഴും സ്വകാര്യമായി കാണുകയും ബായാർ സ്വലാത്തിനിരിക്കണമെന്ന് തങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തതിനാൽ നാട്ടിൽ കൊടിയ വഹാബീസത്തിന്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ബിദ്അത്തിന്റെ കുടുക്കുകളിൽ പെട്ട് കഷ്ടപ്പെടുകയും ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലെത്തുകയും ചെയ്ത ആളുകൾ അഭിവന്യരായ തങ്ങളുടെ സ്വലാത്തിന്റെ ഹൽക്കയാൽ ഈ ഹൽക്ക കാരണമായി ഹിദായത്ത് കിട്ടിയ സംഭവങ്ങളുണ്ട്. സഹോദരങ്ങളെ, ഇപ്പൊ ദുന്യാവ് മാത്രമല്ല, രോഗങ്ങൾ മാറല് മാത്രമല്ല, എത്രയോ ആളുകൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടാൻ ഈ സ്വലാത്ത് കാരണമായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഇന്നിവിടെ മഹത്തായ ഒരു കർമ്മം കൂടി മഹാനായ തങ്ങളുപ്പാപ്പ സ്റ്റേജിലെത്തിയാൽ ഇവിടെ നടക്കുകയാണ്. അതൊരു സ്വല്ലു അലൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. മഹാനായ തങ്ങളെ സ്നേഹിക്കുന്ന, മഹാനായ തങ്ങളുപ്പാപ്പയെ ഇഷ്ക് വെക്കുന്ന, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലാൻ വേണ്ടി മാത്രം ഒരുമിച്ച് കൂട്ടിയ ഒരു ചെറിയ വാട്സപ്പ് കൂട്ടായ്മയാണ് സ്വല്ലു അലൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സദസ്സിനൊരു സംശയം വേണ്ട, ഉസ്താദുമാർക്കൊരു വിഷമം വേണ്ട. ഒരു വാട്സപ്പ് കൂട്ടായ്മ എത്ര പുകഴ്ത്തേണ്ടതുണ്ടോന്നും. ആ വാട്സപ്പ് കൂട്ടായ്മ പുകഴ്ത്തപ്പെടേണ്ടതാണ്. സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും വാട്സപ്പും ഇന്റർനെറ്റ് സംവിധാനങ്ങളും മുഴുവനും ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ, തമ്മാടിത്തങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണണമെന്ന ചിന്ത വെച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകിട്ടണമെന്ന ആശയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മുറിയാതെ സ്വലാത്ത് ചൊല്ലുന്ന ഒരു കൂട്ടായ്മ. 1,75,00,000 സ്വലാത്തുകളാണ് കഴിഞ്ഞ മാസം ഈ മാസത്തേക്ക് 2 ദിവസം മുമ്പ് ചൊല്ലി തീർത്തത്. ഓരോ മാസവും 1 കോടി 2 കോടിയിലേറെ സ്വലാത്തുകളാണ് ആ കൂട്ടായ്മയിൽ ചൊല്ലിപ്പറയുന്നത്. മാത്രമല്ല, ഒരാൾ എന്തെങ്കിലും ഒരു പ്രയാസം പറഞ്ഞാൽ എല്ലാവരും സ്വലാത്തുന്നാരിയെ ചൊല്ലുകയാണ്. തങ്ങളുപ്പാപ്പയുടെയും അവിടുത്തെ കുടുംബത്തിന്റെയും ബഹുമാനം പറഞ്ഞിട്ട്, മദത് പറഞ്ഞിട്ട്
അവിടെ ദുആ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾക്ക് റഹ്മത്ത് കിട്ടുകയാണ്. ഞാൻ പറയുന്നത് അങ്ങനെ സൂക്ഷിച്ചു നടക്കുന്ന നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ചെറിയ സ്വലാത്ത് കൂട്ടായ്മയാണ് സ്വല്ലു അലൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന വാട്സപ്പ് കൂട്ടായ്മ. അഭിവന്യരായ ബായാർത്ഥങ്ങൾ ഉപ്പാപ്പയുടെ പ്രിയപ്പെട്ട പിതാവ്, പ്രിയപ്പെട്ട ബാപ്പ അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ, അല്ലാഹുവേ അവിടത്തേക്ക് നീ റഹ്മത്ത് ചെയ്യണം അല്ലാ, ദറജയേറ്റി കൊടുക്കണം അല്ലാ. ആ മഹാന്റെ തർബിയത്തും മദതും നീ ഞങ്ങൾക്ക് ചൊരിച്ചു നൽകണം അല്ലാ. ആ മഹാനായ അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ എന്ന മഹാനുഭാവന്റെ നന്മയാണ് ഈ സമൂഹത്തിന് നേതൃത്വം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മീയ ലോകത്ത് വലിയ നേതൃത്വമായി പരിളസിക്കുന്ന ബായാർത്ഥങ്ങളും അവിടുത്തെ സഹോദരൻ കുഞ്ചിലന്തങ്ങളും അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളുടെ സംഭാവനയല്ലേ സഹോദരങ്ങളെ. ആ ബാപ്പ എത്ര മഹത്വമുള്ള ബാപ്പയാണ്. ആ ബാപ്പയുടെ ആണ്ട് നടക്കുമ്പോ അവിടുത്തെ അനുസ്മരണ പരിപാടികൾക്ക് മുന്നോടിയായി 100-ലേറെ ഖതമുകളാണ് ആ സ്വല്ലു അലൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ ചൊല്ലി തീർത്തത്. ആ പ്രിയപ്പെട്ട കൂട്ടുകാർ 100-ലേറെ ഖതമുകളാണ് അഭിവന്യരായ തങ്ങളുപ്പാപ്പയുടെ ബാപ്പയുടെ പേരിൽ ഓതി തീർത്തത്. ഒരു വാട്സപ്പ് കൂട്ടായ്മക്ക് ചെയ്യാൻ പറ്റുന്നതല്ല ഞാൻ പറയുന്നത്. നന്മയുടെ വഴിയിൽ സഹകരിച്ചാൽ, നന്മയുടെ വഴിയിൽ സഹകരിച്ചൊരുമിച്ചു കൂടിയാൽ അവർക്ക് അർശിന്റെ തണലുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്നൊരു വലിയ സംരംഭവുമായി ഇവിടെ അഭിവന്യരായ തങ്ങളുപ്പാപ്പയുടെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നു. സ്വല്ലു അലൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ ഒരു പുസ്തകത്തിന്റെ ഒരു ചെറിയ സന്തോഷം അഭിവന്യരായ തങ്ങളുപ്പാപ്പ ഇൻഷാ അല്ലാഹ് ഇവിടെ പ്രകാശനം ചെയ്യും. അവിടുത്തെ ഇജാസത്തോടുകൂടി സമ്മതത്തോടുകൂടി നമ്മുടെ വീടുകളിൽ ചെല്ലേണ്ട സ്വലാത്തുകൾ പതിവായി എല്ലാ ദിവസവും ചെല്ലാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരൽപ്പം സ്വലാത്തുകൾ, ഒരൽപ്പം ഫാത്തിഹ ഓതിയിട്ട് ചെയ്യുന്ന ചെറിയ ദുആ, ആ ദുആവും അടങ്ങിയ ഒരു ചെറിയ പുസ്തകം ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഇത് ഒരുക്കിയിരിക്കുന്നത് കന്നഡ ഭാഷയിലാണ്. ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ ഉണ്ട് ഷാഹുൽ ഹമീദ് എന്നൊരു ചെറുപ്പക്കാരൻ. അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നിഷ്കളങ്കനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെന്ന് മാത്രം പ്രതീക്ഷയർപ്പിച്ച് പ്രവർത്തിക്കുന്ന പുസ്തകം നിങ്ങളെ കൈകളിൽ എത്തുന്നത്. അതുകൊണ്ട് കന്നഡ ഭാഗത്തുള്ള ആളുകൾ ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രകാശനം മഹാനായ തങ്ങളുപ്പാപ്പയുടെ കൈകൾ കൊണ്ട് ഈ സ്റ്റേജിൽ വെച്ച് നടത്തിയാൽ നിങ്ങളെല്ലാവരും അത് വാങ്ങണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു നിഅമത്ത് ഞാൻ പറഞ്ഞത് ആ സ്വല്ലു അലൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാട്സപ്പ് കൂട്ടായ്മയിലെ അതിന്റെ സൂക്ഷ്മത, ഈ സ്വലാത്ത് എങ്ങനെയാണ് ചെറുപ്പക്കാരിൽ സ്വാധീനം ചെലുത്തുന്നത്. ഈ സ്വലാത്തും ഈ സന്തോഷവും ബായാർത്ഥങ്ങളുടെ സമൂഹത്തിനോടുള്ള ഇടപെടലുകളും അവിടുത്തെ നിർദ്ദേശങ്ങളും അവിടുത്തെ പ്രഭാഷണങ്ങളും വളരെ സാന്ദർഭികമായി സന്ദർഭോചിതമായ ഏറ്റവും നല്ല ഘനമുള്ള പ്രഭാഷണങ്ങൾ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നതിന് 1-2 ഉദാഹരണം പറഞ്ഞതാണ് ഞാൻ. സഹോദരങ്ങളെ, ആ വാട്സപ്പ് കൂട്ടായ്മയുള്ള കൂട്ടുകാർ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുകയാണ്. കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ അവരുടെ ബാപ്പക്കും ഉമ്മക്ക് ഇഷ്ടമല്ല. ബാപ്പക്കും ഉമ്മക്കും ഇഷ്ടമില്ലാത്ത, താല്പര്യമില്ലാത്ത ഒരു പെൺകുട്ടിയെ അവൻ കല്യാണം കഴിക്കുകയാണ്. കല്യാണമൊക്കെ റെഡിയാക്കി നടക്കുകയാണ്. ഈ ചെറുപ്പക്കാരന്റെ വിഷയം അതല്ല, അത് ശരിയോ തെറ്റോ എന്നല്ല, മറിച്ച് ബാപ്പയുടെ ഉമ്മയുടെ പൊരുത്തമില്ലാതെ കല്യാണം കഴിക്കുന്നവൻ വാട്സപ്പ് കൂട്ടായ്മയിലുണ്ട്. അതുകൊണ്ട് ഉമ്മന്റെയും ബാപ്പന്റെയും സമ്മതമില്ലാതെ കല്യാണം കഴിക്കുന്നവന്റെ ഇബാദത്തിന് സ്വീകാര്യത അല്ലെങ്കിൽ അവരുടെ മനസ്സിന് ക്ഷീണമുണ്ടാക്കുന്ന, മാതാവിന്റെയും പിതാവിന്റെയും പ്രയാസങ്ങൾ അറിയാത്ത, അവരുടെ സങ്കടങ്ങൾക്ക് വില കൊടുക്കാത്തവന്റെ ദുആഇന് ഇജാബത്തുണ്ടാവും ഉസ്താദേ. അതുകൊണ്ട് അവൻ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് അത്രയും സൂക്ഷ്മതയോടുകൂടി ഒരു ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരുടെ ഏറ്റവും സന്തോഷമുള്ള പ്രഥമമായ ഒരു സംരംഭം, ഒരു സന്തോഷം, ഒരു സമർപ്പണമാണ് ഈ പുസ്തകം. ഇൻഷാ അല്ലാഹ് അഭിവന്യരായ തങ്ങളുപ്പാപ്പയുടെ മുതബറക്കായ കരങ്ങളിൽ നിന്ന് അത് പ്രകാശനം ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഓരോ കോപ്പി കന്നഡ അറിയുന്നവർ വാങ്ങണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ഒരു സന്തോഷം കൂടി ഒരു 2 മാസം കഴിഞ്ഞ് 1-2 മാസങ്ങൾക്ക് ശേഷം തങ്ങളുപ്പാപ്പയുടെ സമ്മതത്തോടു കൂടി തന്നെ അതിന്റെ മലയാള പ്രസിദ്ധീകരണവും കൂടി നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷം നൽകട്ടെ, അല്ലാഹു കബൂലാക്കി തരട്ടെ. ഞാൻ പറയുന്നത് ചെറുപ്പക്കാർ, നിസ്കരിക്കാത്ത ചെറുപ്പക്കാർക്ക് നിസ്കരിക്കാൻ, കുടുംബബന്ധം മുറിഞ്ഞു പോകുന്ന ചെറുപ്പക്കാർക്ക് കുടുംബബന്ധത്തിലേക്ക് തിരിച്ചു വരാൻ, ഭാര്യയും ഭർത്താവുമായി പിണങ്ങി നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ഇടയിൽ മസ്ലഹത്ത് ഉണ്ടാകാൻ മഹാനായ തങ്ങളവറുകളുടെ ഇടപെടലുകൾ സജീവമായി കാരണമാവുകയാണ്. വലിയ വലിയ തെമ്മാടിത്തങ്ങളിൽ ജീവിച്ചുപോയ വീണുപോയ ചെറുപ്പക്കാർക്ക് ഹിദായത്തിന്റെ വെളിച്ചമാവുകയാണ്.
സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണമെന്ന മോഹം ചെറുപ്പക്കാരിൽ വരികയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കണമെന്നോ ഈ ബയാർ സ്വലാത്തിൽ വരുന്ന ആളുകൾക്ക് തോന്നുകയാണ്. കാരണം ഇവിടെ മറ്റൊരു മെസ്സേജും കൊടുക്കുന്നില്ല, ഇവിടെ ഒന്നും ആർക്കും നൽകുന്നില്ല, ഇവിടെ ഒരു മാജിക്കുമില്ല. ഉബയ്യിബ്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, നീ മുഴുസമയം നിന്റെ സമയം മുഴുവനും നീ സ്വലാത്ത് ചൊല്ലിയാൽ നിന്റെ ദോഷങ്ങൾ മാപ്പ് ചെയ്യപ്പെടുന്നതാണ്, നിന്റെ ടെൻഷൻ മുഴുവനും മാറിപ്പോകുന്നതാണ്. ഓ സഹോദരങ്ങളെ, ദുനിയാവിന്റെ ടെൻഷനും മാറും, ആഖിറത്തിന്റെ ടെൻഷനും മാറും, എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടാൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. മനുഷ്യരാണ് സ്വലാത്ത് ചൊല്ലാൻ മടിയുള്ളവർ, മറ്റു ജീവികളെല്ലാം സ്വലാത്ത് ചൊല്ലുന്നവരാണ്. പക്ഷികൾ സ്വലാത്ത് ചൊല്ലുന്ന ജീവികളാണ്, ഉറുമ്പുകൾ സ്വലാത്ത് ചൊല്ലുന്ന ജീവികളാണ്, പറവകൾ സ്വലാത്ത് ചൊല്ലുന്ന ജീവികളാണ്, മരങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നവയാണ്. എല്ലാ ജീവികളും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിലാണ്. മനുഷ്യർ മാത്രമാണ് സ്വലാത്ത് പറയാൻ മടിയുള്ളവർ, മനുഷ്യർ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്ത് കുറഞ്ഞു പോയവർ ആകുന്നത്. എന്നാൽ മഹാന്മാരുടെ ഒരു ലോകമുണ്ട്, ഇഷ്കിന്റെ ഒരു ലോകമുണ്ട്, ഇഷ്കിന്റെ കടൽ തീർത്ത മഹാന്മാരുണ്ട്. ബഗ്ദാദിലെ മഹാനായ അബ്ദുർ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അഫല്ലാഹു അന്നീ കം ഉവദ്ദഉ റാഹിലാ ഇലൈഹി വമാലി ലിൽ ഹബീബി മുവദ്ദഉ. എത്രയോ ആളുകൾക്ക് മദീനയിലേക്ക് ഞാൻ യാത്രയച്ചു, എത്രയോ ആളുകളെ ഞാൻ മദീനയിലേക്ക് കയറ്റിയച്ചു, പക്ഷേ എനിക്കിതുവരെ മദീന കാണാൻ കഴിഞ്ഞില്ല, എനിക്കിതുവരെ മദീനയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന മഹാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിൽ സന്ദർശിക്കാൻ, റസൂലുള്ളാഹിന്റെ റൗള സിയാറത്ത് ചെയ്യാൻ, മദീന കാണാൻ അവസരം ലഭിച്ചില്ല. ധാരാളം വർഷത്തെ ആശയാണ്, അഭിലാഷമാണ്. അവിടുന്ന് തിരിക്കുകയാണ്, യാത്ര തിരിക്കുകയാണ്, മദീനയിലേക്കുള്ള സഞ്ചാരത്തിനൊരുങ്ങുകയാണ്. നമ്മൾ സാധാരണ ഹറമിലേക്ക് പോകുന്ന സമയത്ത്, ഉംറക്ക് പോകുന്ന ആളുകൾ, ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെ ലെറ്റർ കൊടുക്കുമ്പോൾ അതിലുണ്ടാകും 4 ജോഡി ചെരുപ്പ് വാങ്ങണം. ചെരുപ്പ് കാണാതാകാൻ ഏറെ സാധ്യതയുണ്ട്. ചെരുപ്പ് വാങ്ങണം, 2-3 ജോഡി എന്തായാലും വേണമെന്ന് എഴുതി വെക്കും. സഹോദരാ, അബ്ദുർ റഷീദുൽ ബഗ്ദാദി എന്ന മഹാനവർകൾ ചെരുപ്പേ ധരിച്ചില്ല. ബഗ്ദാദിൽ നിന്ന് പരിശുദ്ധ മദീനയിലേക്ക് ചുട്ടുപൊള്ളുന്ന മണലിൽ നടക്കുമ്പോഴും നഗ്നവാദനായി നടന്നു, ചെരുപ്പ് ധരിച്ചില്ല. കാരണം പോകുന്നത് പരിശുദ്ധ മദീനയാണ്. ആ മദീനക്കൊരു ചരിത്രമുണ്ട്. ഇമാമു ദാരിൽ ഹിജ്റ മാലിക് റളിയല്ലാഹു അൻഹു ചെരുപ്പ് ധരിക്കാതെ നടന്ന നാടാണ് മദീന. ആ പരിശുദ്ധമായ മദീനയിലൂടെ ഒട്ടകത്തിന്റെ കുതിരയുടെ കുളമ്പ് കൊണ്ട് താൻ അതിന്റെ മേലെ കയറിയിട്ട് നടത്തിക്കുന്നത്, മദീനയുടെ മണൽപ്പരപ്പ് ചവിട്ടിക്കുന്നത് സുഉല്ലതമായി കണ്ട പരിശുദ്ധമായ മദീന. ആ മദീനയിലേക്ക് പോകുമ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ചെരുപ്പിടാതെ നടക്കാനാണ് ഒരുങ്ങിയത്. ചെരുപ്പ് വാങ്ങിയിട്ടല്ല നടന്നത്, ചെരുപ്പിടാതെ നടന്നു. അതേ സമയത്താണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീന ഭരിക്കുന്ന അന്നത്തെ ഖലീഫ സ്വപ്നം കാണുന്നത്. പറഞ്ഞു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന അബ്ദുർ റഷീദ് എന്ന പേരുള്ള ഒരാൾ ബഗ്ദാദിൽ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്റെ ഖബറിന്റെ അടുക്കലെത്തിയാൽ ഞാൻ അദ്ദേഹത്തെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് സ്വീകരിക്കേണ്ടി വരും. വല്ലാത്ത ഇഷ്കുള്ളയാളാണ്, അതുകൊണ്ട് അത് വലിയ പ്രശ്നം നിങ്ങൾക്ക് നാട്ടിലുണ്ടാക്കും. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹം എന്റെ റൗള കാണണ്ട, അദ്ദേഹം മദീനയിലേക്ക് കടക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് അതാ മദീനയുടെ ബൗണ്ടറിയിൽ പട്ടാളക്കാരെ കാവൽ നിർത്തുകയാണ്. അബ്ദുർ റഷീദുൽ ബഗ്ദാദി തങ്ങൾ നഗ്നപാതനായി നടന്നു വന്ന് സ്വലാത്ത് ചൊല്ലി മദീനയിലേക്ക് വന്നിട്ട് മദീനയുടെ അതിർത്തി എത്തിയപ്പോ കാവൽക്കാരനായി നിൽക്കുന്നയാള് ചോദിച്ചു, ആരാ, എവിടെന്നാ വരുന്നത്? ബഗ്ദാദ്. പേരെന്താണ്? അബ്ദുർ റഷീദ്. നിങ്ങൾക്ക് മദീനയിലേക്ക് പ്രവേശനമില്ല. ചോദിച്ചു, എന്താ
എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? ഞാനൊരു കുറ്റം ചെയ്ത ആളല്ല, കുറ്റാരോപിക്കപ്പെടുന്നയാളുമല്ല, ഒളിച്ചോട്ടം നടത്തിയതല്ല, മറ്റു താല്പര്യങ്ങളൊന്നുമില്ല. എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. മറ്റൊരു ലക്ഷ്യവുമില്ല. പിന്നെന്തേ കടത്തിവിടാത്തത്? അതൊന്നും അറിയില്ല. മുകളിൽ നിന്നുള്ള ഓർഡറാണെന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, മഹാനവറുകൾ മറ്റൊരു വഴിയിലൂടെ നടന്നു നോക്കുമ്പോ അവിടെയുമുണ്ട് പട്ടാളക്കാര്. ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അബ്ദുർ റഷീദ്. നാടെവിടെയാണ്? ബഗ്ദാദ്. നിങ്ങൾക്ക് പ്രവേശനമില്ല. സങ്കടത്തോടെ തിരിച്ചു നടന്നു. ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് മഹാനവറുകൾ കണ്ണുനീരങ്ങ് പൊട്ടി പൊട്ടി ഒഴുകുകയാണ്. കരള് തകരുകയാ. വിളിച്ചു, യാ റസൂലല്ലാഹ്, എത്ര കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് മുത്തായ തങ്ങളെ ഞാനിവിടെ എത്തിയത്? എത്ര കാലത്തെ ആശയാണ് നബിയേ. പലരും ഈ പരിശുദ്ധമായ മദീനയിൽ വന്നിട്ട് അവരുടെ ഇഷ്കിന് അവരുടെ ആ സന്തോഷം അവർ തീർക്കുന്ന സമയത്ത്, പരിശുദ്ധ മദീനയിലെത്തിയിട്ട് സായുജ്യമടയുന്ന സമയത്ത്, പാവപ്പെട്ട അബ്ദുർ റഷീദിന്റെ കാലുകൊണ്ട് നടന്നു വന്നിട്ട് ആ കാല് മദീനയിലെ മണലുകളൊന്ന് ചവിട്ടുട്ടിയിട്ട് സായുജ്യമടയാൻ എന്റെ പാപം നിറഞ്ഞ കാലുകൾ പരിശുദ്ധമായ മദീനയിൽ തട്ടിയിട്ടൊന്ന് പുണ്യം നേടാൻ എനിക്ക് അനുവാദം തരുന്നില്ല നബിയേ. ഞാനെന്ത് തെറ്റാണ് ചെയ്തത് നബിയേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് കരഞ്ഞു. ഹബീബായ തങ്ങളെ വിളിച്ചിട്ട് സങ്കടം പറഞ്ഞു. അപ്പോഴാണ് മഹാനവറുകൾ കാണുന്നത്, ദൂരെ ഒരു വഴിയിലൂടെ ഒരു മരവണ്ടിക്കാരൻ അതാ ലോഡായി നിറച്ചു വെച്ചിരിക്കുന്ന വിറകിന്റെ കെട്ടുകൾ മദീനത്തെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി ഉന്തുവണ്ടിയിൽ വിറക് കൊണ്ടുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. മഹാനവറുകൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഓടിപ്പോയി സലാം പറഞ്ഞിട്ട് ചോദിച്ചു, സഹോദരാ, നിങ്ങൾ എന്നെ ഒന്നും മദീനയുടെ അതിർത്തി കടത്തി തന്നൊന്നു സഹായിക്കുമോ? ഞാൻ ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വന്ന ആളാണ്. മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്താണെന്നറിയില്ല, ഈ നാട്ടിലെ പട്ടാളക്കാർ എന്നെ ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല, മദീനയിലേക്ക് കടക്കാൻ അനുവദിക്കുന്നില്ല. കാരണം ചോദിച്ചാൽ അവർക്കറിയില്ലെന്നാണ് പറയുന്നത്. വിറക് കെട്ടുകാരൻ ചോദിച്ചു, ഞാൻ നിങ്ങളെ എങ്ങനെയാണ് അങ്ങോട്ട് കടത്തേണ്ടത്? മഹാനായ അബ്ദുർ റഷീദ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ വിറകിന്റെ കെട്ടൊന്നഴിക്കുമോ? അതിന്റെ മേലെ 1-2 കൊള്ളികൾ എടുത്ത് മാറ്റിവെച്ചാൽ ഞാൻ അതിന്റെ മേലെ കിടക്കാം. എന്നെ കാണാതിരിക്കാൻ 1-2 വിറകിന്റെ കൊള്ളികൾ അതിന്റെ മേലെ വെച്ചാൽ മതി. ചെക്കിംഗ് പോസ്റ്റ് കഴിഞ്ഞാൽ, അതിർത്തി പ്രദേശം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഒന്ന് താഴെ ഇറക്കിയാൽ മതി. എന്റെ മുത്തായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണാനാണ്. ഈ വിറക് വണ്ടിക്കാരൻ ചിന്തിച്ചു, സന്തോഷമല്ലേ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വന്ന അഷിഖായ മനുഷ്യനെ സഹായിക്കൽ ഒരു സന്തോഷമല്ലേ? സഹോദരങ്ങളെ, ആ മനുഷ്യൻ വിറകിന്റെ കെട്ടഴിച്ചു മേലെ മഹാനവറുകൾ കയറ്റിക്കടത്തി. 1-2 വിറകിന്റെ കെട്ടാരും കാണാതിരിക്കാൻ വിറകിന്റെ കൊള്ളികൾ മേലെ വെച്ചു. നന്നായിട്ട് കെട്ടിയിട്ട് വിറക് വണ്ടിക്കാരൻ വലിക്കുകയാ ഇലൽ മദീന. മദീനയുടെ അതിർത്തിയിലെത്തിയപ്പോ പട്ടാളക്കാര് ചോദിച്ചു വിറക് വണ്ടിക്കാരനോട്, നിന്റെ പേരെന്താ? ആ സമയത്ത് വിറക് വണ്ടിക്കാരൻ പറഞ്ഞു, മുഹമ്മദ്. സുബ്ഹാനല്ലാഹ്, വിറക് കെട്ടിന്റെ ഉള്ളുന്നതാ ഒരു ക്ഷീണിച്ച ശബ്ദം വരുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിറക് കെട്ടിന്റെ ഉള്ളിൽ ശ്വാസമടക്കി പിടിച്ചിരിക്കുന്ന അബ്ദുർ റഷീദുൽ ബഗ്ദാദി തങ്ങൾ അറിയാതെ സ്വലാത്തു ചൊല്ലിപ്പോയി. പട്ടാളക്കാരനടക്കം ഞെട്ടിപ്പോയി, വിറക് വണ്ടിക്കാരനെ ഞെട്ടി. ആരാടാ വിറകെട്ടിന്റെ ഉള്ളിൽ? അഴിക്കടാ. അഴിച്ചു നോക്കുമ്പോൾ ക്ഷീണിതനായ അബ്ദുർ റഷീദ് തങ്ങൾ കുഴഞ്ഞ് താഴെ വീഴുകയാണ്. എഴുന്നേൽപ്പിച്ചു ചോദിച്ചു, ആരാ? നിന്റെ പേരെന്താണ്? അബ്ദുർ റഷീദ്. നിന്റെ നാടെവിടെയാണ്? ബഗ്ദാദ്. മദീനയിലേക്ക് പ്രവേശനമില്ല, നുഴഞ്ഞുകയറ്റവും അനുവദിക്കൂല. സഹോദരങ്ങളെ, വിറക് വണ്ടിക്കാരൻ പറഞ്ഞത് അയാളുടെ പേരാണ്. ആ പേര് മുഹമ്മദ് എന്ന പേരാണ്. അബ്ദുർ റഷീദുൽ ബഗ്ദാദി തങ്ങളെ ശ്വാസമടക്കി പിടിച്ച് വിറക് കെട്ടിന്റെ ഉള്ളിലിരുന്ന് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയമാ. ആ സമയത്താണ് കേൾക്കുന്നത്, മുഹമ്മദ്. മുഹമ്മദ് എന്ന പേര് കേട്ടാൽ
ചോദിച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ ലുബ്ധനാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് ചോദിച്ചില്ലേ? സ്വഹാബികൾ അല്ലാഹു റസൂലു ആലമെന്ന് പറഞ്ഞപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്റെ പേരൊരാളെ മുമ്പെന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാരോ അവനാണ് ഏറ്റവും വലിയ പിശുക്കൻ കേട്ടോ, അവനാണ് ഏറ്റവും വലിയ ബഖീല് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അബ്ദുർ റഷീദുൽ ബഗ്ദാദി തങ്ങൾ റസൂലുള്ളാഹിന്റെ പേരങ്ങ് കേട്ടപ്പോ, മുത്തായ തങ്ങളെ പേര് കേട്ടപ്പോ അറിയാതെ ഉച്ചത്തിൽ സ്വലാത്ത് വന്നു പോയി. 6489 വണ്ടിയുടെ ഡ്രൈവർമാർ ശ്രദ്ധിക്കുക. KL 13V 6489 6489 വണ്ടി വെച്ച സ്ഥലത്തുനിന്ന് മാറ്റി പാർക്ക് ചെയ്യുക. അതുപോലെ റോഡ് സൈഡിൽ ആരെങ്കിലും വണ്ടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും തങ്ങൾ പാപ്പയുടെ സ്വലാത്തിന്റെ ഇടയിലും അതുപോലെ അഭിവന്ദരായ കൂറ്റമ്പാറ ഉസ്താദിന്റെയും മറ്റു ഉസ്താദുമാരുടെയൊക്കെ സംസാരത്തിന്റെ ഇടയിൽ പ്രയാസങ്ങൾ വരാതിരിക്കാൻ വഴിയിൽ മറ്റോ വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് ഓർമ്മ വന്നവർ എത്രയും പെട്ടെന്ന് പോയി വണ്ടികൾ സുരക്ഷിതമായ ട്രാഫിക് ബ്ലോക്കുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടതാണ്. ഒരു മൊബൈൽ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇത് കിട്ടിയവർ എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതാണ്. KA 19 MB 8334 റിഡ്സ് കാറ് വെച്ച സ്ഥലത്തുനിന്ന് മാറ്റി പാർപ്പിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ മദീനയെ പ്രണയിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് മഹാനവറുകൾ പറഞ്ഞതാണ്, അഫല്ലാഹു അന്നീ കം ഉവദ്ദിഉ റഹിലാ ഇലൈഹി വമാലി ലിൽ ഹബീബി മുവദ്ദിഉ. മദീനയിലേക്ക് നടക്കാൻ പറ്റിയില്ല, മദീനയിലേക്ക് കയറാൻ പറ്റിയില്ല. എത്ര ആളുകളെയാണല്ലോ ഞാൻ ഈ മദീനയിലേക്ക് യാത്രയാക്കിയത്, പക്ഷെ എനിക്ക് പോകാൻ പറ്റുന്നില്ല. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച മഹാന്മാരുടെ ഒരു ലോകമുണ്ട്. ആ ലോകത്തിൽ ആ മഹാന്മാരുടെ കൂട്ടത്തിൽ നമുക്കൊന്ന് പെട്ടുകിട്ടാൻ സഹോദരങ്ങളെ, വീട്ടിന്റെ ഉള്ളിൽ പതിവായി സ്വലാത്ത് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കണം. മദീനയിൽ ഉമ്മമാരുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഉമ്മമാർ. ആ ഉമ്മമാരുടെ പതിവ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മക്കള് വന്നിട്ട് ഉമ്മയോട് ഉറങ്ങണമെന്ന് ആവശ്യപ്പെട്ടാൽ, ഉറക്കവർക്ക് ബാധിക്കുന്നു എന്ന് തോന്നിയാൽ ഉമ്മമാര് മക്കളോട് പറയുമത്രേ, മക്കളെ നിങ്ങൾ ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിരുന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ ഇന്ന് കണ്ടിരുന്നോ? കണ്ടിരുന്നു എന്നാണ് മക്കള് പറയുന്നതെങ്കിൽ സ്വലാത്ത് ചൊല്ലി ഉറങ്ങാൻ പറയും. മക്കൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഉള്ള ദിവസമാണെങ്കിൽ മക്കളോട് ഉമ്മമാര് പറയും, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കണ്ടിട്ട് വരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഇല്ലാത്ത ദിവസമാണെങ്കിൽ നിശ്ചിത എണ്ണം സ്വലാത്ത് പറഞ്ഞിട്ട് ചൊല്ലിയിട്ട് ഉറങ്ങാൻ പറയും. മക്കളെ ഉറക്കുന്നതും മക്കളെ ഉണർത്തുന്നതും മക്കൾക്ക് താരാട്ട് പാടുന്നതും ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂരി മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ അംശമുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിന്റെ അംശമുള്ള
വാക്കുകൾ കൊണ്ട് മക്കളെ താരാട്ടുപാടി ഉറക്കണം. മക്കൾ ഉണരുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ശാഠ്യം പിടിച്ച് കരയുമ്പോഴും അവരുടെ മനസ്സിനെ ലളിതമാക്കാനും ശാന്തമാക്കാനും അവരുടെ മുഖത്ത് ചിരി വിടർത്താനും പറ്റിയ ഏറ്റവും നല്ല മരുന്ന് മദ്ഹു റസൂലില്ലാഹ് നഅതു ഹബീബില്ലാഹ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണ്. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ മാറിപ്പോയി. പഴയകാലത്ത് മഗ്രിബ് ഇശാഇന്റെ ഇടയിലുള്ള പരിശുദ്ധമായ ഖുർആൻ പാരായണം നമ്മുടെ വീടുകളിൽ നിന്ന് പടിയിറങ്ങിപ്പോയി. സുബഹിക്ക് ശേഷം കാരണവന്മാര്, പ്രായമുള്ള ഉമ്മാമമാര് വരെ പരിശുദ്ധ ഖുർആൻ എത്രയോ ദീർഘമായ നേരം ഇരുന്നിട്ട് ഓതുന്ന പതിവുകൾ നമ്മുടെ വീടിൽ നിന്ന് മെല്ലെ മെല്ലെ പടിയിറങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന സംവിധാനങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്ന് കുറഞ്ഞു വരികയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിച്ചു ഹബീബായ തങ്ങളെ മൗലീദ് ചൊല്ലുന്ന ആ പരിപാടികളും നമ്മുടെ വീടുകളിൽ നിന്ന് കുറഞ്ഞു വരികയാണ്. സ്വലാത്തിലെത്തുന്ന മുഹിബ്ബീങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പൊതുവേ കുറഞ്ഞു വരികയാണ്. അന്തവും മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിത്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയും ബാപ്പയുമായോരേ ഒരാ അവരിലും ഇതുപോലെ ഞങ്ങൾ കണ്ടില ഗുണമേറെ. സയ്യിദി ഖൈറൻ നബി അൻത മുൻജീന ഗദാ മിൻ ശഫാഅതിക സ്വഫാ മല്ലനാ മിത്ലുക യാ സയ്യിദി ഖൈറൻ നബി. തങ്ങൾ നാളെ ശഫാഅത്തായി രക്ഷകനിയും ഞങ്ങൾക്കായി. ഇതുപോലാരുണ്ടങ്ങേക്കാൾ സയ്യിദി ഖൈറൻ നബിയ സയ്യിദി ഖൈറൻ നബി. അസ്സലാത്തു അലൻ നബി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടിയ ഉമ്മമാരുണ്ടായിരുന്നു, കാരണവന്മാരുണ്ടായിരുന്നു, ചെറുപ്പക്കാരുണ്ടായിരുന്നു. അന്ന് വലിയ വലിയ രോഗങ്ങൾക്ക് ആ മഹത്തായ മങ്കൂസ് മൗലീദ് പരിഹാരമായിരുന്നു. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ചതും ആ ഉദ്ദേശത്തിലാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് അതെല്ലാം നമ്മുടെ വീടുകളിൽ നിന്ന് കുടിയിറങ്ങുകയാണ്, നമ്മുടെ വീടുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാവിൽ കുടുംബക്കാരൊന്നിച്ചിരുന്ന് സ്വലാത്തിന്റെ ഹൽക്ക സംഘടിപ്പിക്കുന്നത് നമ്മുടെ വീടുകളിൽ കുറഞ്ഞു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന്റെ ജൽസകൾ കുറഞ്ഞു വരികയാണ് വീട്ടിന്റെ ഉള്ളിൽ. അതാ സൂറത്തു തബാറക ഓതുന്ന ഉമ്മമാര് കുറഞ്ഞുപോയി, സൂറത്തുൽ വാഖിഅ ഓതുന്ന ഉമ്മമാര് കുറഞ്ഞുപോയി, സൂറത്തു യാസീൻ ഓതുന്ന ഉമ്മമാര് കുറഞ്ഞുപോയി, സൂറത്തുർ റഹ്മാൻ ഓതുന്ന ഉമ്മമാര് കുറഞ്ഞുപോയി, സൂറത്തു സജദ ഓതുന്ന ആളുകൾ കുറഞ്ഞുപോയി. എന്നാൽ ആ സ്ഥലങ്ങളിൽ മുഴുവനും കടന്നു വന്നു നമ്മുടെ ഈമാന് കാർന്ന് തിന്നുന്ന ക്യാൻസർ പോലെ ടെലിവിഷന്റെ സ്വാധീനം നമ്മുടെ വീടുകളിൽ ധാരാളമായി വർദ്ധിച്ചു. എല്ലാ വീടുകളിലും സഹോദരങ്ങളെ, എല്ലാ വീടുകളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വസ്തുവായി ടെലിവിഷൻ അതാ വളരെ ആദരവോടുകൂടി മൂടിയിടപ്പെട്ടിരിക്കുകയാണ്, പുതപ്പിട്ട് മൂടിയിരിക്കുകയാണ്. ഏത് സമയത്തും തുറക്കാനും കാണാനും സംവിധാനമുണ്ട്. സഹോദരാ, പത്രം വായിച്ചാലും മനസ്സിലാകാത്തവൻ വരെ ടിവിന്റെ മുമ്പിൽ വെറുതെ ഇരുന്നിട്ട് സമയം കളയുകയാണ്. ഖുർആനില്ല, സുബ്ഹാനല്ലാഹി വബിഹംദിഹി
സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി. രണ്ട് പ്രധാനപ്പെട്ട കലിമത്ത്, വളരെ ലളിതമായ കലിമത്ത്, നാവുകൊണ്ട് വളരെ ലളിതമായി ചൊല്ലാൻ പറ്റുന്ന രണ്ട് വാക്കുകളാണ്. അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് വാക്കുകളാണ്. നാളെ അതാ നന്മതിന്മകൾ തൂക്കുന്ന സമയത്ത് നന്മകൾക്കേറെ കനം കൂട്ടുന്നതാ. പറഞ്ഞതാരാ? കളവ് പറയാത്ത, കളവാണെന്ന് തോന്നുന്നത് പോലും പറയാത്ത നാവിന്റെ ഉടമ. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സ്വാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നുബുവത്ത് കൊണ്ട് മാത്രം ഉരിയാടിയ മുഹമ്മദുർ റസൂലുള്ളാഹ്, വഹ്യ് കൊണ്ട് മാത്രം പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്. ഓ സഹോദരങ്ങളെ, ആ രണ്ട് കലിമത്ത് ചൊല്ലാൻ വേണ്ടി ലളിതമായ സമയം മതി. വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹുവിൽ ഏറ്റവും സന്തോഷമുണ്ടാകുന്ന, ഞാനൊരടിമയാണെന്ന ബോധം നമ്മുടെ കൽബിൽ നൽകുന്ന, ഉടമയായ റബ്ബിനോട് വന്നുപോയ തെറ്റുകൾക്ക് പാപമോചനം ചോദിക്കുന്ന പരിശുദ്ധ ഖുർആൻ അതിന്റെ ബഹുമാനം പറഞ്ഞിട്ടുണ്ട്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. പാതിരാ സമയത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. വഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. സയ്യിദുനൽ ഹസൻ റളിയല്ലാഹു അൻഹു ഒരാൾ വന്നിട്ട് രോഗമാണെന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറയും, അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിക്കാൻ പറയും. മക്കളില്ലെന്ന് പറഞ്ഞാലും ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറയും. മഴയില്ലെന്ന് പറഞ്ഞാലും ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറയും. കച്ചവടം പൊളിഞ്ഞു എന്ന് പറഞ്ഞാലും ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറയും. കൃഷിനാശമാണെന്ന് പറഞ്ഞാലും ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറയും. എന്തു ചോദിച്ചാലും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ പറയുമ്പോ ഒരു ശിഷ്യൻ വന്നിട്ട് ആദരവോടെ ചോദിച്ചു, അല്ല തങ്ങളെ, എന്തേ ഏത് പരാതി പറഞ്ഞാലും ഒറ്റ മറുപടി കൊടുക്കുന്നത്? ഏതു രോഗം പറഞ്ഞാലും ഒറ്റ മറുപടി എന്താണ് കൊടുക്കുന്നത്? മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, മോനെ, നീ ഖുർആൻ ഓതാറില്ലേ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, വഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, അല്ലാഹ് ദോഷം പൊറുക്കുന്നവനാണ്. ധാരാളം മഴ ചൊരിച്ചു തരും അല്ലാഹു തആല, ധാരാളം മക്കളെ അല്ലാഹു തആല തരും. നിങ്ങളെ തോട്ടങ്ങളൊക്കെ റെഡിയാകും, പുഴകളൊക്കെ വെള്ളമുള്ളതാകും, എല്ലാ സന്തോഷങ്ങളും അല്ലാഹ് തരും, സാമ്പത്തികമായ വർധനവ് നൽകും. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ആ പരിശുദ്ധമായ തസ്ബീഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് ധാരാളമായി ചൊല്ലുന്ന വീടുകൾ ഉണ്ടായിരുന്നു. ഇല്ല, ഇപ്പോൾ അത് കാണാനില്ല. ഇപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. തസ്ബീഹ് മാല പിടിക്കുന്ന ഉമ്മാമന്റെ കയ്യിൽ വരെ ടെലിവിഷന്റെ റിമോട്ട് കൺട്രോൾ വന്നുപോയി. തസ്ബീഹ് മാല പിടിക്കുന്ന ഉപ്പാപ്പ കണ്ണട വെച്ചിട്ടതാ ടിവിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അത്ഭുതം കാണുകയാണ്. ചെറുപ്പക്കാരികളെ, പട്ടുറുമാലും കുപ്പിവളയും മൈലാഞ്ചിയും മാപ്പിളപ്പാട്ടും മനസ്സ് മയക്കിക്കളഞ്ഞു അല്ലേ ചെറുപ്പക്കാരാ. പാതിരാ സമയത്ത് എഴുന്നേറ്റ് വലിയ വലിയ സ്ക്രീൻ വെച്ചിട്ട് ലോകങ്ങളിൽ എവിടെയോ നടക്കുന്ന ഫുട്ബോളുകൾ കാണാൻ നീ സംവിധാനം ഒരുക്കിയിട്ട് നാട്ടിലുള്ള ചെറുപ്പക്കാരെ മുഴുവനും ക്ഷണിച്ചിട്ട് നീ അതിന്റെ സംവിധാനങ്ങൾ എടുത്തിട്ട് കാണാൻ വേണ്ടി കൊടുക്കുകയാണ്. അതേ സമയത്ത് സുബഹിക്ക് പോലും നീ എഴുന്നേൽക്കുന്നില്ലെന്നുള്ളത് വേറെ വിഷയമാണ്. കളി കാണാൻ എത്ര സമയമാ ചെറുപ്പക്കാരാ സമയം നീ കൊന്നുകളയുന്നത്, എത്രയാണ് നഷ്ടപ്പെടുത്തി കളയുന്നത്. പൊന്നുമോനെ, അങ്ങനെ പോയാൽ
കുറെ സമയം കഴിഞ്ഞാൽ പിടുത്തം കിട്ടാത്തൊരു സമയം വരും, സമയമില്ലാത്തൊരു സമയം വരും. ആ സമയത്ത് കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ. പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുകയാണ്. അതാ അബദ്ധസഞ്ചാരികളായ ആളുകൾ, സമയം പോകുന്നതറിയാത്തവന്റെ മുഴുവൻ സമയവും നട്ടത്തിലാണെന്നല്ലേ. അങ്ങനെ സമയത്തിന്റെ വില കണക്കാക്കാത്തവൻ, അതിന് പരിഗണന കൊടുക്കാത്തവൻ, തോന്നിയതുപോലെ ജീവിച്ചവനതാ അവന്റെ ജീവിതത്തിന്റെ അവസാന സമയം അവൻ ബെഡിൽ കിടക്കുന്ന സാഹചര്യം വന്നാൽ, അവൻ കുഴഞ്ഞു വീഴുന്ന സാഹചര്യം വന്നാൽ, മലക്കുൽ മൗത്ത് അസ്റായീൽ വന്നൊരു ചൊട്ടങ്ങ് ചുട്ടിയാൽ ആ സമയത്ത് അവന്റെ ഭയം നിറഞ്ഞ അവന്റെ കരച്ചിലിന്റെ ശബ്ദമാ പറയുന്നത്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഒരു ചെറിയ സമയത്തേക്ക് നീ എന്നൊന്ന് പിന്തിപ്പിക്കൂ അല്ലാ. നീ തന്ന ആയുസിതാ അലിഞ്ഞു തീർന്നിരിക്കുന്നു അല്ലാ. നീ തന്ന ആയുസിതാ അബദ്ധസഞ്ചാരിയായി ഞാൻ തീർത്തു കളഞ്ഞു അല്ലാ. നിന്നിലേക്ക് ക്ഷണിക്കാൻ എത്രയെത്ര വഅളുകള്, എത്രയെത്ര പ്രഗത്ഭരായ സാദാത്യങ്ങളുടെ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, നസീഹത്തുകള്, എത്ര നല്ല നല്ല സദസ്സുകള്, എത്രയെത്ര നല്ല നല്ല വഴികള്, ഒന്നും ഞാൻ ചെവി കൊണ്ടില്ല. അതൊന്നും എന്റെ ജീവിതത്തിൽ ബാധിക്കുന്നതല്ലെന്ന നിലക്ക് ഞാൻ തിരിഞ്ഞു നടന്നതാണ്. ഇല്ല, രക്ഷയില്ലാത്തൊരു സമയം വന്നൊന്നും എനിക്ക് ബോധ്യമായിരിക്കുന്നു അല്ലാ. നിന്നേതാ നീ എനിക്ക് കണക്കാക്കിയ എന്റെ ജീവിതത്തിന്റെ സമയം, എന്റെ ജീവിതത്തിന്റെ മഗ്രിബിന്റെ സമയമായി പോയി അല്ലാ. ഞാൻ അസ്തമിക്കാൻ സമയമായിരിക്കുന്നു. എന്നെ നിന്നിലേക്ക് ക്ഷണിക്കാൻ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് വാതിലിൽ മുട്ടുന്നു അല്ലാ. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഒരു ചെറിയ സമയത്തേക്ക് നീ എന്നെ ഒന്ന് പിന്തിപ്പിക്കൂ അല്ലാ. വഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ. ഞാൻ സ്വതക്ക ചെയ്തോളാം. നല്ല ഒരു സമൂഹമുണ്ട് ഇവിടെ, സ്വലാത്ത് ചൊല്ലുന്ന ഒരു ടീമുണ്ട് ഇവിടെ, ദിക്റിന്റെ ഹൽക്കയിൽ പങ്കെടുക്കുന്നവരുണ്ട്. സദാസമയത്തും അല്ലാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട്, അല്ല തന്ന നാവുകൊണ്ട് ഹറാമ് പറയണ്ടെന്ന് ചിന്തിച്ചിട്ട് അല്ലാഹുവിന് ഇഷ്ടമുള്ള ദിക്റ് ചൊല്ലുന്നവരുണ്ട്. അവന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്നവരുണ്ട്. ആ റസൂലുള്ളാഹിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലി നാവിന് സംസാരിക്കാൻ കഴിവ് തന്ന റബ്ബേ നിന്നോട് കടപ്പാട് വീട്ടുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന്റെ കൂടെ ഞാൻ കൂടാം. എനിക്ക് പറ്റിപ്പോയി അല്ലാ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു സമയം വരുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓ സഹോദരങ്ങളെ, ആ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞത്, ചെറുപ്പക്കാരാ, അവിടെ എത്തിയാൽ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. സമയമെത്തിയാൽ ഒരാളെയും പിന്തിപ്പിക്കൂല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. മോനെ, പതിരാ സമയത്ത് നീ കളി കണ്ടിട്ട് സമയം കൊല്ലണ്ട. പതിരാ സമയത്ത് ക്രിക്കറ്റും ബാറ്റും എടുത്തിട്ട്, അതാ ബോളും ബാറ്റും എടുത്തിട്ട് നീ റോഡിന്റെ വക്കിൽ വലിയ വലിയ ഫ്ലെക്സ്, വലിയ വലിയ ലൈറ്റുകൾ കത്തിച്ചിട്ട് ആത്മീയ മജ്ലിസുകളെക്കാളും പ്രഭാപൂരിതമായ കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയിട്ട് നീ നിന്റെ സമയം നഷ്ടപ്പെടുത്തണ്ട. എല്ലാ നന്മകളും നശിച്ചുപോയ ലോകത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത്തി ശഹീദ്. എന്റെ സമൂഹത്തിൽ കുഴപ്പങ്ങൾ വരുന്ന സമയത്ത്, ചിത്രത വരുന്ന സമയത്ത്, ഫിത്ന ഉണ്ടാകുന്ന സമയത്ത് എന്റെ സുന്നത്തിനെ സജീവമായി നിലനിർത്തുന്നവൻ, പിടിച്ചു നിൽക്കുന്നവരാരോ, ഫലഹു അജ്റു മിഅത്തി ശഹീദ്. 100 ഷഹീദിന്റെ കൂലിയാണ് അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്.